ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമോ വേണ്ടയോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം, അല്ലാത്തവർക്കും സ്വാഗതം. വളരെയധികം ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു നിർദ്ദേശമാണ് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുവീൻ എന്നുള്ളത്. ഇതൊരു 100 വർഷങ്ങൾക്ക് മുൻപ് വായിക്കുന്നവർ ഇതിൽ വലിയ പ്രയാസം വിമിഷ്ടം അനുഭവിച്ചിരുന്നില്ല. എന്നാൽ ഇത് സംബന്ധമായ അമർഷം നാൾക്കുനാൾ കൂടി വരുന്നത് കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ത് എന്ന് വെളിപ്പെടുത്തുന്നത് അനേകർക്ക് ആശ്വാസം പ്രദാനം ചെയ്യും എന്ന ഒരു പ്രതീക്ഷയിൽ ഞാൻ അല്പം ക്ലേശമേറിയ ഈ വിഷയം കൈകാര്യം ചെയ്യുകയാണ്. കാരണം ഏറ്റവും പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ്. ഇതിനെപ്പറ്റി എന്ത് വെളിപ്പെടുത്തിയാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രസ്താവിച്ചാലും, വിശദീകരിച്ചാലും അതിൻ്റെ ഉദ്ദേശത്തെ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും കൂട്ടാക്കാതെ അപലപിക്കുകയും താറടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നത് എന്നത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നാലും ഇതിനെപ്പറ്റി വ്യക്തത വരുത്തുക അനിവാര്യമായതുകൊണ്ട് ഞാൻ അതിനായി ഒരു ശ്രമം നടത്തുകയാണ്. നമുക്ക് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ 3 സാധ്യതകളുണ്ട്. ഒന്ന്, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക. 2, ഭർത്താവ് ഭാര്യയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. 3, ആരും ആർക്കും കീഴ്പ്പെടാതെ ഓരോരുത്തരും അവരുടേതായ വിധത്തിൽ ജീവിക്കുക. 4ാമത് ഒരു സാധ്യതയുണ്ട്. അത് ആരോഗ്യപരമായ സാധ്യതയാണ്. അതെന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലുണ്ട്. അതുകൊണ്ട് പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയും വിട്ട് അവൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. അങ്ങനെ 4 സാധ്യതകൾ ഉണ്ട്. സാധാരണഗതിയിൽ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് ഈ കാലത്ത് പറയുമ്പോൾ അത് വേദപുസ്തകം അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ സ്ത്രീകൾ പുരുഷന്മാർക്ക് അടിമകളായിരിക്കണം, എന്നാൽ മാത്രമേ കുടുംബത്തിന് ഭദ്രതയുണ്ടാകത്തുള്ളൂ എന്ന ഒരു തിരിച്ചറിവാണ് ഒട്ടുമുക്കാലും എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നത്. ഇത് പൗലോസ് അപ്പോസ്തലൻ വിഭാവന ചെയ്തതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ്. അത് സുവിശേഷത്തിൻ്റെ ആകമാനമായ ആത്മാവിനോട് നിരക്കാത്തതാണ് എന്നതാണ് എൻ്റെ പക്ഷം. അത് വെളിപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ കീഴ്പ്പെടുക എന്ന വാക്ക് അല്ലെങ്കിൽ നിർദ്ദേശം ഈ ഒരു ഭാഗത്ത് 2 തവണ ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായി അപ്പോസ്തലൻ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ ക്രിസ്തുയേശുവിൽ എന്നോണം അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീരെന്നാണ് പറയുന്നത്. അത് സാധാരണ ആരും ശ്രദ്ധിക്കാറില്ല. ഭാര്യയും ഭർത്താവും ആദ്യം അന്യോന്യം കീഴ്പ്പെടുന്ന ആ ഒരു ക്രമീകരണത്തിന് ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുകയും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, ഭാര്യമാർക്ക് നിർദ്ദേശം നൽകുന്നത് ഭർത്താക്കന്മാർക്ക് നിർദ്ദേശം നൽകിയ ശേഷമാണ്. ഭർത്താക്കന്മാരോട് എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ ക്രിസ്തു സഭയെ എപ്രകാരം സ്നേഹിക്കുന്നുവോ, സഭയെ ദൈവസന്നിധിയിൽ കുറ്റമറ്റവളായി നിലനിർത്താൻ കഷ്ടപ്പെടുന്നുവോ, അതിന് ആത്യന്തികമായ വില നൽകുന്നുവോ, അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം.
ഇതിന് ശേഷമാണ് പറയുന്നത് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ ആദ്യം അന്യോന്യം കീഴ്പ്പെടുക, രണ്ടാമത് അന്യോന്യം കീഴ്പ്പെടുന്ന സാഹചര്യത്തിൽ അതിനെ ആകമാനം ദീപ്തമാക്കുന്ന ഘടകം ഭർത്താവ് ഭാര്യയോട് ക്രിസ്തുയേശു സഭയോട് കാട്ടുന്ന സ്നേഹത്തിന് തുല്യമായ സമാനമായ സ്നേഹം പ്രദർശിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന അച്ചടക്കം. മൂന്നാമതായിട്ടാണ് പറയുന്നത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പിൻ. ഒരു കാര്യം തികച്ചും സ്പഷ്ടമാണ്. ഈ കീഴ്പ്പെടുക എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സബ്മിറ്റ് എന്നാണ്. സബ്മിറ്റ്, SUBMIT. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കീഴ്പ്പെടുന്നതിൽ കൂടെ ഉടലെടുത്തു വരുന്ന അവസ്ഥ അടിമത്തത്തിൻ്റെ അവസ്ഥ അല്ല. സ്ത്രീപുരുഷ ബന്ധത്തിലോ ഭാര്യാഭർത്തൃ ബന്ധത്തിലോ ഏതെങ്കിലും ബന്ധത്തിലോ അടിമത്തം ഉണ്ടാകണമെന്ന് പുതിയ നിയമ ദർശനത്തിലില്ല. കാരണം യേശു പറഞ്ഞത്, ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നു. മനുഷ്യബന്ധങ്ങളിൽ മനുഷ്യന്റെ ക്രമീകരണങ്ങളിൽ അടിമത്തം ഉണ്ടാകരുത്. പിന്നെ എങ്ങനെയാണ് ഭാര്യമാരോട് ഭർത്താക്കന്മാരുടെ അടിമകളാകുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു? നാം വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് സുവിശേഷത്തിലെ ഓരോ പ്രസ്താവനകളും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ ആകെത്തുകയോടുള്ള ബന്ധത്തിലും അതിനോട് പൊരുത്തപ്പെടുന്ന വിധത്തിലും മാത്രമേ ആകാവൂ. ഞാൻ ലിറ്റററി ക്രിറ്റിസിസം ഒരു ശാസ്ത്രീയമായ വിധത്തിൽ പഠിച്ച വ്യക്തി എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പുസ്തകം, ഒരു ടെക്സ്റ്റ് ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നയാൾ അവശ്യം പാലിക്കേണ്ട അച്ചടക്കം എന്താണ് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. സുവിശേഷത്തിലെ ഒരു വാക്യം പോലും അതിൻ്റെ ആകെത്തുകയിൽ നിന്ന് അടർത്തിയെടുത്ത് ഓരോ വ്യക്തികളുടെയും താല്പര്യവും അഭിരുചിയും അനുസരിച്ച് അതിനെ വിവക്ഷിക്കുകയോ അതിൻ്റെ അർത്ഥങ്ങളെ വലിച്ചു നീട്ടുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്നത് സുവിശേഷത്തോടും പുതിയ നിയമത്തോടും കാണിക്കുന്ന വലിയ അനാദരവും അക്രമവുമാണ്. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും ഇങ്ങനെയുള്ള അച്ചടക്കങ്ങൾ പാലിക്കാതെയാണ് ആളുകൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളെടുത്ത് അമ്മാനമാടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്ത്രീകൾ പുരുഷന്മാർക്കോ ഭാര്യമാർ ഭർത്താക്കന്മാർക്കോ അടിമകളായി നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് മാത്രവുമല്ല, അടിമത്വം അവസാനിപ്പിക്കേണ്ട കടമ എല്ലാവർക്കുമുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനുമുണ്ട്, പ്രത്യേകിച്ച് ഭാര്യയ്ക്കും. ഇതിനെപ്പറ്റി യാതൊരു സംശയവും അവശേഷിക്കാതെ ഇരിക്കത്തക്ക വിധത്തിൽ സ്പഷ്ടമായി നാം ധരിച്ചിരിക്കണം. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ യേശു വെളിപ്പെടുത്തിയ ഒരു ലക്ഷ്യമുണ്ട്. അതായത് സമൃദ്ധമായ ജീവൻ അവകാശമാക്കുക എന്നുള്ളതാണ് ആത്മീയ ലക്ഷ്യം. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മീയതയുടെ പരമോന്നത ലക്ഷ്യമായ സമൃദ്ധമായ ജീവൻ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് അന്വേഷിക്കുമ്പോൾ പാലിക്കേണ്ടതും നിലനിർത്തേണ്ടതുമായ അച്ചടക്കം എന്താണ്? അതാണ് ഇതിനകത്തെ വിഷയം. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം, ഒന്നോ രണ്ടോ ഉദാഹരണം നമുക്ക് ഒന്ന് പരിഗണിക്കാം. ഒരാശാരി, നിങ്ങളൊരു ആശാരിയെ വിളിച്ച് ഒരു മേശ പണിയാൻ പറയുന്നു. മേശ പണിയാൻ ആവശ്യമായ തടി അത് അറുത്ത് പലകയായും കഷ്ണമായും അദ്ദേഹത്തിന് നൽകുന്നു. അതിനുശേഷം പറയുന്നു, ഇന്ന തരത്തിലുള്ള മേശയാണ് എനിക്ക് വേണ്ടത്. ആ മേശയ്ക്ക് 6 അടി നീളവും 3 അടി വീതിയും ഉണ്ടായിരിക്കണം. അതിന് 3.25 അടി പൊക്കമുണ്ടായിരിക്കണം. അതിൻ്റെ
അതിന് ഉറകളുണ്ടായിരിക്കണം, ഡ്രോവേഴ്സ് ഉണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിന് ആശാരിക്ക് കാര്യം മനസ്സിലായി. ആശാരി ഈ തടി കൊണ്ട് പണി തുടങ്ങി. ആശാരി പണി തുടങ്ങിക്കഴിഞ്ഞാൽ ആ തടി പിന്നെ നിങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിലല്ല, ആശാരിയുടെ അധികാരത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ആശാരി എന്ത് ചെയ്യും? നമ്മൾ വിഭാവന ചെയ്ത വിധത്തിൽ ആ ഒരു മേശ ഉണ്ടാക്കേണ്ടതിന് വേണ്ടി ആ തടി കഷ്ണത്തിന്മേലും പലകളുടെ മേലും പണിയും. ഈ പണിയുന്നത് എന്തിനാണ്? മേശ എന്ന് പറയുന്ന ഒരു ആശയം, മേശ പണിത് തീർക്കുക എന്നൊരു ലക്ഷ്യം ആ ആശാരിയുടെ മനസ്സിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ളതിനേക്കാൾ വ്യക്തമായിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ പലകകളും തടി കഷ്ണങ്ങളും രൂപപ്പെടുത്തിയെടുക്കുക എന്നത് ആശാരി ഏറ്റെടുത്ത ചുമതലയുടെ അനിവാര്യ ഘടകമാണ്. അപ്പോൾ അങ്ങനെ ഒരു തടിക്കഷ്ണം ആശാരി മുറിക്കുമ്പോൾ ആ തടിക്കഷ്ണം പറയുകയാണ്, എന്നെ മുറിക്കാനും നോക്കത്തില്ല, എനിക്ക് നോവുന്നുണ്ട്, അത് വേറെ വല്ലയിടത്തും പോയി ചെയ്യും. അല്ലെങ്കിൽ ഒരു പലക അത് മിനുസപ്പെടുത്താനായിട്ട് അത് തേരിടുമ്പോൾ പലക പറയണം, എൻ്റെ തോടരുത്, എന്നെ ചൊറിയാൻ വന്നിരിക്കുന്നു രാവിലെ എന്ന് പറഞ്ഞാൽ മേശ ഉണ്ടാവില്ല. അപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം, സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനോഹരമായ ആത്മീയ ആരോഗ്യമുള്ള ഒരു ഭവനം, ഒരു കുടുംബം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി, സഫലീകരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിക്കണമോ, എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തണമോ അത് മുഴുവനും സ്വീകരിപ്പാൻ ഒരു ഭാര്യ ബാധ്യസ്ഥയാണ്. എന്നാൽ ഇനിയും ശ്രദ്ധിക്കുക, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടം തോന്നുന്നത് പോലെ ഭാര്യയോട് ഇവിടെ വാ, അങ്ങോട്ട് പോ, ഇവിടെ ഇരിക്കുക, അവിടെ നടക്കുക, അല്ലെങ്കിൽ ഇന്ന് ഗോതമ്പില്ലാതെ എന്താ പറയുന്നത് ആട്ടയില്ലാതെ ചപ്പാത്തി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കോഴിയില്ലാതെ കോഴിക്കറി ഉണ്ടാക്കുക എന്ന് പറയാൻ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. പുരുഷൻ എന്താണ് പറയേണ്ടത്? സ്ത്രീയോട് ഒരു വലിയ കടമയുണ്ട്. ആദ്യമേ പുരുഷൻ ഒരു വലിയ കടമയുണ്ട്. എന്താണ്? ഒരു മനോഹരമായ കുടുംബജീവിതം വിഭാവന ചെയ്യുക. അതതിൻ്റെ ഏറ്റവും മാഹാത്മ്യമേറിയ അവസ്ഥയിൽ വിഭാവന ചെയ്യുക. അത് ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി തന്നെ സമർപ്പിക്കുക, നിരുപാധികം സമർപ്പിക്കുക. മറ്റെല്ലാം മറന്ന് ഈ ഒരു വലിയ ലക്ഷ്യത്തെ ലാക്കാക്കി അനുദിനം പ്രവർത്തിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അച്ചടക്കത്തിലേക്ക് ഭർത്താവ് പ്രവേശിക്കണം. ആ അവസ്ഥയിൽ തന്നെ അപ്രകാരം ഈ ലക്ഷ്യത്തോട് തൻ്റെ ആത്മാവിനെ ചേർത്ത് വച്ചിരിക്കുന്ന പുരുഷന് അല്ലെങ്കിൽ ഭർത്താവിനറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ, ഈ അച്ചടക്കം വേണം, മറ്റേത് പാടില്ല, ഇപ്രകാരമുള്ള ചിലവുകൾ, ഇങ്ങനെയുള്ള അഭിരുചികൾ അനാരോഗ്യമാണ്, അത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പുരുഷന് കൂടുതൽ അറിയാൻ സാധ്യതയുടെ കാരണം അത് കാലാകാലങ്ങളിലായി, സഹസ്രാബ്ദങ്ങളായി സമൂഹം തന്നെ സ്ത്രീയോട് കാണിച്ച അപരാധം കൊണ്ടാണ്. അത് ഞാൻ മറക്കുന്നില്ല, മറയ്ക്കുന്നതുമില്ല. കൂടുതൽ രോഗപരിചയവും അനുഭവ സമ്പത്തും പുരുഷനാണ്. നൂറ്റാണ്ടുകളുടെ പ്രവൃത്തി സ്വഭാവത്തിൽ കൂടെ സംഭവിച്ച സ്ത്രീ പുരുഷ അസമത്വം അതിന്നും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി അനുഭവ സമ്പത്തിൽ കൂടെ യുക്തിസഹജമായി കുറച്ചുകൂടെ ചിന്തിക്കുവാനുള്ള കഴിവ് ഒരു പക്ഷേ പുരുഷനായിരിക്കും. ഒരു പക്ഷേ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പുരുഷൻ തൻ്റെ ഭാര്യയ്ക്ക് നൽകിയാൽ
അത് സ്വീകരിക്കണമെന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അല്ലാതെ പുരുഷൻ പറയുന്നതിനെ മുഴുവനും പുരുഷനായിട്ട് തന്നെ ഭരിക്കാൻ വരും. ഇപ്പോഴത്തെ ഫെമിനിസ്റ്റ് ഒക്കെ പറയുന്നത് പോലെ പുരുഷൻ എന്ത് പറഞ്ഞാലും തട്ടിക്കളയും. അങ്ങനെയുള്ള ഭാര്യമാർ വളരെ അധികമുണ്ട്. സ്ത്രീ പുരുഷനെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് അത് വേണ്ട, സാധ്യമല്ല, നിഷേധാത്മകത. സ്ത്രീയുടെ ഏറ്റവും മാരകമായ ആയുധമാണ് നിഷേധാത്മകത. പുരുഷന്റെ ആയുധമാണ് നിർബന്ധം. അപ്പം നിർബന്ധവും നിഷേധാത്മകതയും കൂടെ ചേരുമ്പോൾ അത് മൂന്നാം യുദ്ധമായി തീരുന്നു. ഇതാണ് കുടുംബ നരകമായി തീരുന്നതിൻ്റെ മർമ്മം. എന്നാൽ ഭർത്താവ് സ്ത്രീയോട് ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വയ്ക്കുമ്പോൾ അതേത് ഉദ്ദേശത്തോടു കൂടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ സതുദ്ദേശത്തെ മാനിക്കുവാനുള്ള കടമ ഭാര്യയ്ക്കുണ്ട്. ഇല്ല എങ്കിൽ ആ കുടുംബം നശിച്ചു പോകും, കുഞ്ഞുങ്ങൾ താറുമാറായി പോവും, തലമുറകൾ നശിച്ചു പോകും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് അനേക കുടുംബങ്ങളിൽ നടക്കുന്നത് കണ്ടും അതിനോട് ഇടപെട്ടും മല്ലിട്ടും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും സമ്മാനവും എന്താണ്? ഇങ്ങനെയുള്ള ആരോഗ്യമുള്ള ഒരു കുടുംബജീവിതം. അത് സാധ്യമാകണമെങ്കിൽ ഭാര്യ നിഷേധിയായാൽ സാധ്യമല്ല. പിന്നീടുള്ള വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യ ഭർത്താവിന് ഞാൻ ഈ പറഞ്ഞതുപോലെ സകാരാത്മകമായി കീഴ്പ്പെടുന്നില്ല എങ്കിൽ, അതായത് ലക്ഷ്യബോധത്തോടെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളുടെ അർത്ഥവും നന്മയും മനസ്സിലാക്കി അതിനോട് സന്തോഷത്തോടെ സഹകരിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഭാര്യ അറിയാതെ തന്നെ അവരുടെ മനസ്സ് വിഷം കൊണ്ട് നിറയ്ക്കും. കാരണം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, പ്രത്യേകിച്ച് ഒരു അടുപ്പമുള്ള ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം, അതിൽ നിർദ്ദേശങ്ങൾ വരാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. പരസ്പരം അറിയാത്ത രണ്ടുപേർ ഒരു ഹോട്ടലിൻ്റെ 2 മുറിയിൽ താമസിക്കുന്നു, അതുപോലെയല്ല ഭാര്യ ഭർത്താവും താമസിക്കും. അപ്പോൾ ഈ ഒരുമിച്ചുള്ള ജീവിതത്തിൽ, ഒരു ശരീരമായി തീരുന്ന ജീവിതത്തിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുക അനിവാര്യമാണ്. അതിനെ ആദ്യം മുതലേ നിഷേധിച്ചു തുടങ്ങിയാൽ എന്ത് പറ്റും? അകൽച്ചയുണ്ടാകും. ഈ അകൽച്ചയിൽ കൂടെ ഭർത്താവ് എന്തു പറഞ്ഞാലും അതിനെ ചെറുക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്, അതാണ് എനിക്ക് നല്ലത് എന്ന ഒരു മനോഭാവത്തിലേക്ക് ഭാര്യ അവൾ അറിയാതെ വഴുതിപ്പോകും. അത് എപ്പോഴും പ്രകടിപ്പിച്ചില്ല എങ്കിൽ പോലും അവളുടെ മനസ്സിൽ നിരന്തരം വിദ്വേഷത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും വിഷം പതഞ്ഞ് പൊന്തി വരും. അത് അവളുടെ വ്യക്തിത്വത്തെ 100% വിഷലിപ്തമാക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. ഒരു കുടുംബത്തിന് വരാവുന്ന ഏറ്റവും വലിയ ശാപമാണ്. അതുകൊണ്ട് പുരുഷൻ പറയുന്നതെല്ലാം സ്ത്രീ അനുസരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഒരു സ്ത്രീ തന്നെ അനുസരിക്കണമെന്ന് ദൈവസന്നിധിയിൽ സാധൂകരിക്കാവുന്ന ഒരു അവകാശം ഒരു പുരുഷൻ്റെയോ ഭർത്താവിൻ്റെയോ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അവൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുക അവൻ്റെ ആദ്യത്തെ ധർമ്മമാണ്. അത് മാത്രമാണ് പുരുഷന് സ്ത്രീയുടെ മേലുള്ള അധികാരം. പുരുഷന് സ്ത്രീയുടെ മേലുള്ള അധികാരം എന്താണ്? അവളെ നിരുപാധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ആ അധികാരം ഉപയോഗിച്ച് മാത്രമേ ഇന്നതാകാം, ഇന്നത് പാടില്ല എന്ന് പറയുവാൻ, ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇന്നത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറയാനുള്ള അവകാശമോ അധികാരമോ പുരുഷൻ പ്രാപിക്കുന്നു. ഇത് അടിമത്വമായി യാതൊരു ബന്ധവുമില്ല എന്ന് അല്പം മുൻവിധികളില്ലാതെ മനസ്സ് തുറന്ന് ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് വെളിപ്പെട്ട് വരുന്നതാണ്. അപ്പം അതുകൊണ്ട്
കുടുംബജീവിതം സ്ത്രീയുടെ അടിമത്വത്തിൻ്റെ രംഗമാണ് എന്ന് ആരും ധരിച്ചു പോകരുത്. നല്ല കുടുംബജീവിതം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അത് പരസ്പര സഹകരണത്തിൻ്റെ നിരന്തരമായ സംഗീതമാണ്. പരസ്പരം അപ്രകാരം സ്നേഹത്തിൽ കൂടെ സഹകരിക്കുമ്പോഴാണ് കുടുംബജീവിതം സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഇമ്പം കൊണ്ട്, ഈണം കൊണ്ട്, സംഗീതം കൊണ്ട് മാധുര്യമേറിയതായിത്തീരുന്നത്. അങ്ങനെയുള്ള വളരെ അഭികാമ്യമായ അവസ്ഥ പ്രാപിക്കുന്നതിന് വേണ്ടി സ്ത്രീ നടത്തുന്ന നിക്ഷേപത്തിൻ്റെ പേരാണ് ഭർത്താക്കന്മാരെ അനുസരിക്കുക എന്നുള്ളത്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ലിംഗപരമായ അസമത്വം അത് നേരെ കടകം കുത്തി കൂപ്പുകുത്തി നിൽക്കുകയാണ്. ഒരു കാലത്ത് പുരുഷന്മാർക്കാണ് കൂടുതൽ കഴിവുകളും അറിവും അനുഭവവും പക്വതയും വിവേകവും ഒക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നേരെ മറിച്ചാണ്. യാതൊരു സംശയം എൻ്റെ മനസ്സിലില്ല. ബഹുഭൂരിപക്ഷം കേസുകളിലും സ്ത്രീകൾക്കാണ് കൂടുതൽ പക്വതയും അറിവും വിദ്യാഭ്യാസവും അനുഭവ സമ്പത്തും ഒക്കെ ഉള്ളത്, കഴിവ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുരുഷൻ സ്ത്രീയെ അനുസരിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. അങ്ങനെ അനുസരിക്കേണ്ടതാണ്. സംസ്കാരം എന്തു പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സിൽ വളരെ വ്യക്തതയുണ്ട്. തന്നേക്കാൾ കഴിവ് ഏറിയവളാണ്, പക്വത കൂടിയവളാണ്, വിജ്ഞാനം ഉള്ളവളാണ്, അനുഭവ സമ്പത്തുള്ളവളാണ്, കാര്യപ്രാപ്തി ഉള്ളവളാണ് ഭാര്യയെങ്കിൽ അവളെ അനുസരിക്കുന്നതിൽ ഭർത്താവ് അല്പം പോലും മടി കാട്ടരുത് എന്നതാണ് എൻ്റെ പക്ഷം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ കൂടെ പിതാവായ പുരുഷൻ ഭർത്താവ് മാത്രമായിട്ട് പിതാവും കൂടെ ആണല്ലോ, മക്കളൊക്കെ ഉണ്ടല്ലോ. പുരുഷൻ തൻ്റെ മക്കൾക്ക് ഒരു വലിയ ഉപദേശം, ഒരു വാക്കുപോലും ഉപയോഗിക്കാതെ നൽകാൻ ഇടയാകുന്നു. എന്താണ്? അനുസരിക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് മക്കൾ അനുസരണം പഠിക്കുന്നത്? പുസ്തകം വായിച്ചൊന്നുമല്ല, ഭവനത്തിലെ അന്തരീക്ഷത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ അനുസരണം പഠിക്കുന്നത്. അവരെ അനുസരണം പഠിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം മാതാപിതാക്കന്മാർ പരസ്പരം അനുസരിക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കുടുംബജീവിതത്തെ പറ്റിയുള്ള ദർശനം അവതരിപ്പിക്കുന്നത്. ഭർത്താക്കന്മാരെ, നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് അനുസരിക്കണം, ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും അനുസരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. വേറൊരു അർത്ഥം അതിനകത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭർത്താവിനേക്കാൾ ഭാര്യയ്ക്കാണ് കഴിവും അറിവും പക്വതയും പരിജ്ഞാനവും ഒക്കെ ഉള്ളത് എങ്കിൽ കുടുംബത്തിൻ്റെ നന്മയെ കരുതിക്കൊണ്ട് ഭാര്യ പറയുന്നത് അനുസരിക്കുന്നതിൽ ഭർത്താവായ പുരുഷൻ സങ്കോചം കാണിക്കുന്നതെന്നല്ല, അഭിമാനം കൊള്ളണം. എനിക്ക് അങ്ങനെ ഒരു ഭാര്യയെ ദൈവം തന്നല്ലോ. എൻ്റെ കുറവുകൾ നികർത്തി എൻ്റെ ഭവനത്തെ കൂടുതൽ മേന്മയിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നല്ല ഭാര്യയെ, കഴിവുള്ള ഭാര്യയെ എനിക്ക് ദൈവം തന്നല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, പൗലോസ് അപ്പോസ്തലൻ സ്ത്രീകളുടെ അടിമത്തത്തിൻ്റെ വക്താവായിരുന്നു എന്നൊക്കെ പറയുന്നത് യാതൊരു വിവരവുമില്ലാത്ത ആളുകളാണ്. അങ്ങനെ ഉപരിപ്ലവമായൊരു കാഴ്ചപ്പാടിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നതും അതുകൊണ്ട് അഭിമാനത്തോടുകൂടെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഞാൻ ഉള്ളിൽ പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെ നാം വിലമതിക്കുന്നുവെങ്കിൽ അവിടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പൊങ്കത്തരമോ എന്താണ് പറയുന്നത്, ഞാനെന്ന ഭാവമോ ഒന്നുമല്ല. നമ്മുടെ കുടുംബം സന്തോഷമുള്ളതായിരിക്കണം, അതിൽ സ്നേഹത്തിൻ്റെ വെളിച്ചമുണ്ടായിരിക്കണം. ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാരികമായ മാനസികമായ ആരോഗ്യമുണ്ടാകണം. അവർ വളർന്നു വലുതായി കഴിഞ്ഞാലും അവരുടെ ബാല്യകാല സ്മരണകൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു താങ്ങും തണലുമായി ഉണ്ടായിരിക്കണം. അവരുടെ ജീവിതത്തെപ്പറ്റി അവർ തിരിഞ്ഞു നോക്കുമ്പോൾ തേനൂറുന്ന ചിന്തകൾ അവർക്കുണ്ടായിരിക്കണം എന്ന ലക്ഷ്യത്തിൽ കൂടെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അപ്പനും അമ്മയും സഹകരിച്ച് പ്രവർത്തിച്ചാൽ ആ കുടുംബത്തിൽ
ദൈവികമായ അനുഗ്രഹം നിറഞ്ഞു നിൽക്കും എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന എൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണം പങ്കിട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.